കൃഷിയിടങ്ങളിൽ പണിയെടുക്കുന്ന കർഷകന്റെ വിയർപ്പിന്റെ ഫലം ഭക്ഷിച്ച് കാട്ടുപന്നികൾ നാട്ടിൽ വിലസുന്നു. മല്ലപ്പള്ളി താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ കർഷകന്റെ വിളകൾ നശിപ്പിക്കുന്ന കാട്ടുപന്നികൾ കഴിഞ്ഞ ദിവസം കീഴ്വായ്പൂരം മണ്ണുംപുറം കുഴിവേലിൽ ജോബിയുടെ കൃഷിയിടം ഉത്സവപ്പറമ്പാക്കി മാറ്റി. കൃഷിയിടങ്ങൾ കാട്ടുപന്നികൾ തറവാട് സ്വത്തായി അനുഭവിച്ചു വരുമ്പോൾ നിസ്സഹായരായി കർഷകർ കണ്ണീർ പൊഴിക്കുന്നു. കടം വാങ്ങിയും പലിശക്കെടുത്തും പാട്ടക്കൂലി കൊടുത്തും കൃഷി ചെയ്യുന്ന ഭൂരിഭാഗം കർഷകരും ഇന്ന് കടക്കണിയിൽ വീണ അവസ്ഥയിലാണുള്ളത്. കഴിഞ്ഞ ദിവസം മണ്ണുംപുറം കുഴിവേലിൽ ജോബിയുടെ 3 ഏക്കർ സ്ഥലത്തെ കൃഷി കാട്ടുപന്നികൾ നശിപ്പിച്ചു. ചേമ്പ്, ചേന, കപ്പ, കാച്ചിൽ, വാഴ തുടങ്ങിയവയെല്ലാം കാട്ടുപന്നികൾ വ്യാപകമായി നശിപ്പിച്ചിരിക്കുകയാണ്. മണ്ണ് തുരന്ന് കിഴങ്ങ് വർഗ്ഗങ്ങൾ ഭക്ഷിക്കുന്ന പന്നികൾ വാഴകൾ കുത്തിയിളക്കിയിടുന്ന കാഴ്ചയാണുള്ളത്. വിളവെത്താറായ കിഴങ്ങ് വർഗ്ഗങ്ങളാണ് കാട്ടുപന്നികൾ വ്യാപകമായി നശിപ്പിച്ചിരിക്കുന്നതെന്ന് ജോബി പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊക്കെ കാട്ടുപന്നിയുടെ ശല്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ രാത്രിയിൽ വന്നിട്ട് ഏകദേശം ഒരു 10-20 അങ്ങോട്ട് നോക്കിയാൽ കാണാം, ഈ കൃഷിയിടത്തിലുള്ള ഒരു 10-30 കപ്പയോളം, 10-25 ചേമ്പ്, ചേന, അങ്ങനെ നമ്മളൊരു 2-2.5-3 ഏക്കറോളം ഇവിടെ കൃഷി ചെയ്യുന്നതാണ്. അപ്പോൾ അത് പലപ്പോഴായിട്ട് വന്ന് നശിപ്പിച്ചു. ഇന്നലത്തെ വലിയൊരു നാശമായിരുന്നു. അപ്പം കാട്ടുപന്നിയുടെ ശല്യം കാരണം തീർത്തും നമുക്ക് കൃഷിയിൽ നിന്ന് പിന്മാറേണ്ട ഒരു അവസ്ഥയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ജോലിക്കാരെയൊക്കെ നിർത്തി ചെയ്യിക്കുന്നതാണ്. ജോലിക്കാരെ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, കാലാവസ്ഥയുടെ പ്രതിസന്ധികൾ, ഇതെല്ലാം തരണം ചെയ്ത് ചെയ്യുന്നത് ഇപ്പം കാട്ടുപന്നി വലിയൊരു ഭീഷണിയായി തീർന്നിരിക്കുകയാണ്. ഈ ഒരു സ്ഥലം തന്നെയല്ല, നമ്മുടെ സമീപത്തുള്ള പാട്ടത്തിനെടുത്ത് ചെയ്യുന്നവർ, വായ്പ എടുത്ത് ചെയ്യുന്നവർ, അവർക്കൊക്കെ ഈ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിയർപ്പിൻ്റെ വിലയ്ക്ക് നമുക്കൊരു വിലയിടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ വന്നു നിൽക്കുന്നത്. അപ്പം ഇത് അധികൃതരുടെ ശ്രദ്ധയിൽ പെടുത്തുകയാണ്. കാട്ടുപന്നികൾ നാടുന്നുള്ള കൃഷിയിടങ്ങൾ നശിപ്പിക്കുമ്പോഴും നിസ്സഹായരായി നിൽക്കുകയാണ് കർഷകർ. കൃഷികൾ നശിപ്പിക്കുന്ന പന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള അനുമതികൾ വ്യാപകമാക്കിയാൽ കർഷകരുടെ കണ്ണീറൊപ്പാൻ കഴിയും. നൃഗക്ഷജീവികളുടെ ഗണത്തിൽ കാട്ടുപന്നികളെ ഉൾപ്പെടുത്താനുള്ള സർക്കാരിൻ്റെ നീക്കം പ്രാബല്യത്തിൽ വന്നാൽ ഒരു പരിധിവരെ ഇവയെ തുരുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ.